Hi everyone, today we are going to discuss about integers. Let's look what is an integer. Here we can see a number line, isn't it? Here we can see a number 0 on the middle of the number line. And you can see some vacant space on the right side of the number line and also some vacant space on the left side of the number line. Okay, I am going to fill the right side by 1, 2, 3, 4, etc. And this number is known as positive number. Positive numbers. And on the left side, I am going to mark it as -1, -2, -3, etc. This number is known as negative numbers. Integers are the collection of set which contain positive number, negative number and 0. And you have to remember that it does not contain a fraction or decimal points. So, it's a definition of an integer. Integer are the collection of whole numbers. What do you mean by whole numbers? It contains 0 and natural numbers. 0, 1, 2, 3, etc. and also negative number such as -1, -2, etc. And integers are numbers that can be positive, negative and 0 but cannot be fraction or decimals. The symbol of integer is Z. And for positive integer, we represent it as Z plus. And for negative integer, we represent it as Z minus. Okay, so what is an integer? Integer is a collection of set which contain positive, negative and zeros. So look, when we go from left to right, the value of this number will be increased. Let's check. I take -1 and 1. -1 ഉം 1 ഉം ഞാൻ എടുത്തല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതാ വലുത്? -1 ആണോ 1 ആണോ? Yes, 1 is greater. So when we move from left to right, the value of the number will be increased. And so on, when we move from right to left, നമ്മൾ എങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ദ വാല്യൂ ഓഫ് നമ്പർ വിൽ ബി ഡിക്രീസസ്. നോക്കിക്കേ, -1ഉം 1ഉം എടുത്തു കഴിഞ്ഞാൽ ഏതാ ചെറുത്? -1 ആണല്ലേ? അതായത് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ലെസ്സർ വാല്യൂ എന്ത് ചെയ്യും? ലെസ്സർ ആവും. ഓക്കെ, ഇനി നമ്മൾ ഇൻറ്റീജേഴ്സ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ടെമ്പറേച്ചേഴ്സ് നോക്കാറില്ലേ? നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്ര? 32, 30, 28 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി തണുപ്പ് രാജ്യങ്ങളിലൊക്കെ നോക്കിക്കേ, നമ്മൾ 32 അങ്ങനെയൊക്കെയാണോ പറയുന്നത്? അല്ല, മൈനസ് ചേർക്കും അല്ലേ? -1 ഡിഗ്രി സെൽഷ്യസ്, -2 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. വേറൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ട്രീയുടെ വലിപ്പം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രൗണ്ടിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? 0 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. And the upper portion of the ground can be considered as be positive values. എന്താ? പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് 1, 2, 3 etc. And below the ground position is marked as -1, -2, -3. അതായത് റൂട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മൈനസ് വാല്യൂസ് ഒക്കെ ആയിരിക്കും. അതുപോലെ അടുത്തൊരു എക്സാമ്പിളാണ് സീ ലെവൽ. സീ ലെവൽ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും? 0 ആയിട്ട്. നമുക്കറിയാം സീ ലെവലിൻ്റെ അപ്പർ പോർഷൻ എന്ന് പറയുന്ന മൗണ്ടൻ ഒക്കെ വരുന്ന റീജിയൻസ് ഉണ്ടല്ലോ, ആ റീജിയൻസിനെ നമ്മൾ എങ്ങനെ പറയുന്നത്? 100 മീറ്റേഴ്സ് അല്ലെങ്കിൽ 100 കിലോമീറ്റേഴ്സ് അവേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ സീ ലെവലിൻ്റെ താഴെയോ നമ്മൾ മൈനസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. -100 ഡിഗ്രി ഡെപ്ത് എന്നൊക്കെ പറയത്തില്ലേ? അതായത് സീ ലെവലിന് താഴെ. അത് നമ്മൾ എങ്ങനെയാണ്? നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ മെയിൻ കണ്ടന്റിലോട്ട് പോവാണ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. എന്താണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജർ? അപ്പം ഞാൻ ഇവിടെ ഒരു ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. ആ ബോക്സിൽ എന്താ? കുറേ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്, ഒരു സീറോയും ഉണ്ട്.
ആണല്ലോ. അപ്പം ഞാൻ ആദ്യം കൈയിട്ടപ്പോൾ എനിക്ക് കിട്ടിയത് 2 പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താ, 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. എന്താ, ഒരു പോസിറ്റീവ് നമ്പർ പ്ലസ് എന്താണ് അടുത്ത പോസിറ്റീവ് നമ്പർ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ വീണ്ടും ഈ ബോക്സിലോട്ട് കൈയിട്ടു, എനിക്ക് കിട്ടിയത് എന്താ, 2 നെഗറ്റീവ് നമ്പേഴ്സാണ് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ത് പറയാം, ഒരു നെഗറ്റീവ് നമ്പർ പ്ലസ് അടുത്തൊരു നെഗറ്റീവ് നമ്പർ. ഇനി മൂന്നാമത്തെ കേസ് എന്തായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് മൂന്നാമത്തെ കേസ് എന്തായിരിക്കും. അതെ, ഞാൻ എടുത്തപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റീജറും കിട്ടി, ഒരു നെഗറ്റീവ് ഇൻറ്റീജറും കിട്ടി ആണേ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്ന് പറയാം. ആദ്യം എനിക്ക് നെഗറ്റീവ് ഒരു നമ്പറാണ് കിട്ടിയെങ്കിൽ നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് എന്നും പറയാമല്ലോ. ഓക്കെ, ഇതിന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, 3 + 4, 3ഉം 4ഉം എന്താ, പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ. ഓക്കെ, 3ഉം 4ഉം പോസിറ്റീവ് നമ്പേഴ്സ്. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് നമ്പർ കണ്ടോ, ഈ ഫസ്റ്റ് നമ്പർ എന്താണെന്നറിയാവോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എന്താണ്, ഫസ്റ്റ് നമ്പർ എന്തായിട്ട് ആക്ട് ചെയ്യും, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 3 സ്റ്റാർട്ട് ചെയ്യണം. സിൻസ് നമ്മുടെ ഓപ്പറേഷൻ എന്താ, അഡീഷൻ ആണ് അല്ലേ. ഓപ്പറേഷൻ അഡീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്, റൈറ്റ് സൈഡിലോട്ടാണ്. ഇത് നമ്പർ ലൈൻ്റെ റൈറ്റ് ലെഫ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയല്ലേ. അപ്പം അഡീഷൻ, ഈ ഓപ്പറേഷൻ എന്ന് പറയുന്ന അഡീഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് നോക്കണ്ടേ, റൈറ്റ് സൈഡിലോട്ട്. ഞാൻ ഇവിടെ ഒരു ഫ്ലാഗ് വരയ്ക്കാവേ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ ഫ്ലാഗ് കണ്ടോ, റൈറ്റ് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന പോലെ ഇല്ലേ. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് എന്താ, 4 ആണല്ലേ. അടുത്ത നമ്പർ 4 ആണ്. അത് പോസിറ്റീവ് അല്ലേ. പോസിറ്റീവ് ആകുമ്പോൾ ഈ 4 ആണ് നമ്മളോട് പറയുന്നത് നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഈ 4 പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലോട്ടും, സെക്കൻഡ് നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലും നമ്മൾ പോകേണ്ടി വരും. ഇവിടെ 4 എന്താ, പോസിറ്റീവ് അല്ലേ. അപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേ, ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ, ഫോർവേഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫോർവേഡിലോട്ട് പോകാം. എത്ര വട്ടം പോകണം, 4 വട്ടം പോകണം. നമുക്ക് പോവാം. 1 2 3 and 4. എന്ത് കിട്ടി, 7 കിട്ടിയില്ലേ. അതായത് 3 + 4 എന്ന് പറയുന്നത് 7 ആയിട്ട് കിട്ടി. അതായത് നമ്മൾ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. ഓക്കെ അല്ലേ. നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്താലോ. ഒരു 5 + 3. 5 + 3 എത്ര, 8 ആണല്ലേ. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടുന്നത്, ഒരു പോസിറ്റീവ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 8 കിട്ടി. അടുത്തൊന്ന് നോക്കിക്കേ, അടുത്ത എന്തുവാ, ഒരു -3 - 4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അടുത്ത ഇത് നോക്കിക്കേ, എന്താ, -3 - 4. അതായത് നമ്മൾ എടുത്തേക്കുന്ന 2 നമ്പേഴ്സും എന്താണ്, നെഗറ്റീവായിട്ടാണ് കിട്ടിയേക്കുന്നത് അല്ലേ. 2 നമ്പേഴ്സും എന്താ, നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ ഫസ്റ്റ് നമ്പർ എന്താ നമ്മളോട് പറയുന്നത്, ഫസ്റ്റ് നമ്പർ എന്താ പറയുന്നത്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഫസ്റ്റ് നമ്പർ പറയുന്നത് എന്താ, -3 സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നമ്മൾ -3 സ്റ്റാർട്ട് ചെയ്തു. സിൻസ് അവർ ഓപ്പറേഷൻ ഈസ് അഡീഷൻ, വി ഹാവ് ടു ഫേസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ നമ്പർ. അതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്തു. ആൻഡ് സെക്കൻഡ് നമ്പർ നോക്കിക്കേ, -4 എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ, -4 ഫോർവേഡിലോട്ട് മൂവ് ചെയ്യണോ അതോ ബാക്ക്വേർഡിലോട്ട് മൂവ് ചെയ്യണോ, പറഞ്ഞേ. മൈനസാണ് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യണ്ടേ, ബാക്ക്വേർഡിലോട്ട്. എത്ര വട്ടം മൂവ് ചെയ്യണം, 4 വട്ടം മൂവ് ചെയ്യണം. ഓക്കെ, 1 2 3 and 4. നമ്മളൊരു പോയിന്റിൽ എത്തിയല്ലേ. ഏതാ പോയിന്റ്, -7 ആ പോയിന്റ്. ഓക്കെ, നമ്മളപ്പോൾ എത്തിയ പോയിന്റ് ഏതാ, -7 ആണ്. സോ ഇതിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, വെൻ വി ആഡ് 2 നെഗറ്റീവ് നമ്പർ വി ഗെറ്റ് എ നെഗറ്റീവ് നമ്പർ. എന്താ, വെൻ വി ആഡ് 2 നെഗറ്റീവ് ഇൻറ്റീജർ വി ഗെറ്റ് എ നെഗറ്റീവ് ഇൻറ്റീജർ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, -5 + -3 ഒന്ന് നോക്കിക്കേ. എന്താ ആദ്യം ചെയ്യണ്ടേ, ആദ്യം ഈ നമ്പറുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, നമ്പറുകൾ ആഡ് ചെയ്തേ. 5 + 3 എത്ര, 8. എന്നിട്ട്
നമ്മൾ മൈനസ് സൈൻ ഇടണം. സിൻസ് എന്താ, നമുക്ക് രണ്ട് നമ്പറും നെഗറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യുന്നത്, 5ഉം 3ഉം ആദ്യം ആഡ് ചെയ്തു, എന്നിട്ട് മൈനസ് സൈന് കൊടുത്തു. മനസ്സിലായില്ലേ? മനസ്സിലായോ? അപ്പോൾ നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന കേസും പറഞ്ഞു, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന കേസും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത എന്താ നോക്കിക്കേ, അടുത്ത എന്തായിരിക്കും? അതെ, ഒരു പോസിറ്റീവ് നമ്പേഴ്സും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത കേസ് എന്ന് പറയുന്നത്. എന്താ, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യുന്നതായിരിക്കും കേസ് എന്ന് പറയുന്നത്. ആദ്യത്തെ നമ്പർ എന്താ പറയുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര എന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര, -3. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് -3 ആണ്. പിന്നെ എന്താ ഓപ്പറേഷൻ, എന്താ പ്ലസ് ആ ചെയ്തേക്കുന്നത് അല്ലേ. ഓപ്പറേഷൻ പ്ലസ് ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എങ്ങോട്ട് ഫേസ് ചെയ്യും, ഇങ്ങോട്ട് ഫേസ് ചെയ്യുമോ അതോ റൈറ്റിലോട്ട് ഫേസ് ചെയ്യും. ഓക്കെ അല്ലേ, നമ്മൾ റൈറ്റിലോട്ട് ഫേസ് ചെയ്തു. ഇനി രണ്ടാമത്തെ നമ്പർ നമ്മളോട് പറയും ഫോർവേഡ് ചാടണോ അതോ ബാക്ക്വേർഡ് ചാടണോ. 4 അല്ലേ, പോസിറ്റീവ് അല്ലേ, എങ്ങോട്ടാണ് ചാടണ്ടേ, ഫോർവേഡ്. എത്ര വട്ടം ചാടണം, 4 വട്ടം. ഓക്കെ, നമ്മൾ 1 2 3 and 4. വാട്ട് വി ഗെറ്റ്, എത്ര നമുക്ക് കിട്ടിയേ, 1. ഓക്കെ അല്ലേ, അപ്പം നമുക്ക് എത്ര കിട്ടി, 1 ആയിട്ട് കിട്ടി. ഓക്കെ അല്ലേ, ഇത്ര ഓക്കെ അല്ലേ. ഓക്കെ, ഇനി അടുത്ത ഒരു കേസും കൂടെ നോക്കാം. അടുത്ത കേസ് എന്താ, അടുത്ത കേസ് നോക്കിക്കേ, 3 and -4 എന്നാണ് പറഞ്ഞത്. ആദ്യം എന്താ, ഒരു പോസിറ്റീവ് 3 കൊടുത്തു, അടുത്ത ഒരു നെഗറ്റീവ് 4 കൊടുത്തു. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര പറഞ്ഞേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ, 3 അല്ലേ, 3 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം ഞാനിവിടെ 3ൽ എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു. ആൻഡ് എന്താ ഓപ്പറേഷൻ, അഡീഷൻ അല്ലേ ഓപ്പറേഷൻ. അപ്പോൾ അഡീഷൻ ആയതുകൊണ്ട് എങ്ങോട്ട് ഫേസ് ചെയ്യണം, റൈറ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നമ്പർ നോക്കിക്കേ, -4 ആണ്. ഫോർവേഡ് ചാടണോ അതോ ബാക്ക്വേർഡ് ചാടണോ, നോക്കിക്കേ മൈനസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് പോകണം, ബാക്ക്വേർഡിലോട്ട് പോകണം. എത്ര വട്ടം പോകണം, 4 വട്ടം പോകണം. 1 2 3 and 4. നമ്മൾ എവിടെ ചെന്നു, -1ൽ ചെന്നു. നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, ഒരു പ്ലസും ഒരു മൈനസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം എന്താ നെഗറ്റീവായിട്ട് വന്നു. അപ്പോൾ നമുക്കങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ പോസിറ്റീവ് മാത്രം വരും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ നെഗറ്റീവ് മാത്രം വരും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. നോക്കിക്കേ, 3ഉം 4ഉം ആണ് നമ്മുടെ നമ്പർ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഇവരുടെ ഡിഫറൻസ് കാണുക. എന്താ ആദ്യത്തെ സ്റ്റെപ്പ്, ഇവരുടെ ഡിഫറൻസ് കാണുക. എത്ര ഇവരുടെ ഡിഫറൻസ്, 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര, 1 ആണല്ലേ. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ വാല്യൂകൾ നോക്കിക്കേ, 3ഉം 4ഉം അതിൻ്റെ സൈനാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഏത് സൈനാണ്, ലാർജർ സൈൻ. ഇവിടെ 3ഉം 4ഉം എടുത്തതിൽ ഏത് നമ്പറാണ് ലാർജർ, 4 അല്ലേ ലാർജർ. 4ൻ്റെ സൈൻ ഏതാ, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവ് ആഡ് ചെയ്തു. അതായത് നമ്മൾ സൈൻ ആഡ് ചെയ്യുകയാണ്. എത്ര, ഹയർ വാല്യൂവിൻ്റെ സൈൻ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതൊന്ന് പറഞ്ഞേ 3 + -4 അല്ലേ, 3 + -4. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നോക്കിക്കേ, ഡിഫറൻസ് കാണുക. 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര, 1 ആണല്ലേ. അപ്പോൾ നമ്മൾ 1 എഴുതി. ഇനി എന്താ നോക്കണ്ടേ, ഏത് സൈനാണ് നോക്കണം. നോക്കിക്കേ, ഏത് വാല്യൂ ആ ഹയർ, 3 ആണോ 4 ആണോ ഹയർ, 4 ആണല്ലേ. 4ൻ്റെ സൈൻ ഏതാ, മൈനസ് ആണ്. അതുകൊണ്ട് എന്താ, -1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? എന്താണ്, നമ്മളിപ്പോൾ 3 കേസസ് ആണ് പഠിച്ചത്. 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ ഓൾവേസ് നമുക്കൊരു പോസിറ്റീവ് നമ്പർ കിട്ടും. 2 നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ ഓൾവേസ് നമുക്ക് എന്ത് കിട്ടും, ഒരു നെഗറ്റീവ് നമ്പർ കിട്ടും.
ഇനി മൂന്നാമത്തെ കേസാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താ അത്? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ പ്ലസ്സോ മൈനസോ വരുന്നതെന്ന്? അല്ല. ആദ്യം നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് കണ്ടിട്ട് അതിലെ വലിയ നമ്പറിൻ്റെ സൈൻ ഏതോ അത് നമ്മൾ കൊടുക്കുക. മനസ്സിലായോ? ഈ 3 കേസസ് മനസ്സിലായോ? ഇനി നമുക്ക് അഡീഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ എന്താ സബ്ട്രാക്ഷനിലോട്ട് പോവുകയാണേ. അപ്പോൾ സബ്ട്രാക്ഷൻ എങ്ങനെ ആയിരിക്കും? ഇതുപോലെ തന്നെ ആയിരിക്കത്തില്ലേ? നോക്കാം അല്ലേ. 6 - 4. 6 - 4 നമ്മൾ ഇതിലൊന്ന് ചെയ്ത് നോക്കിയാലോ? ഒന്ന് ചെയ്ത് നോക്കാവേ. 6ൽ അപ്പോൾ ആദ്യത്തെ നമ്പർ എന്താ? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ കൊണ്ട് വരയ്ക്കണം? 6ൽ കൊണ്ട് വരച്ചു. ആൻഡ് നോക്കിക്കേ, ഓപ്പറേഷൻ നോക്കിക്കേ, മൈനസ് ആണ് ഓപ്പറേഷൻ. മൈനസ് അല്ലേ ഓപ്പറേഷൻ? അപ്പോൾ റൈറ്റിലോട്ടാണോ നോക്കണ്ടേ ലെഫ്റ്റിലോട്ടാണോ നോക്കണ്ടേ? വെരി ഗുഡ്. എവിടോട്ടാണ് നോക്കണ്ടേ? ലെഫ്റ്റിലോട്ടാണ്. ഓക്കെ, നമ്മളപ്പം ലെഫ്റ്റിലേക്ക് നോക്കി. രണ്ടാമത്തെ നമ്പർ നോക്കിക്കേ, 4. അതെന്താ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണെങ്കിൽ എങ്ങോട്ടാ? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? യെസ്, ഫോർവേഡാ അല്ലേ? അപ്പം നമ്മൾ ഫോർവേഡ് 4 തവണ ജമ്പ് ചെയ്യാൻ പോവാം. 1 2 3 ആൻഡ് 4. നമുക്ക് എന്താ വാല്യൂ കിട്ടിയേ? 2 ആ വാല്യൂ കിട്ടിയല്ലേ? ശരിയാണോ? ശരിയാണോ? നോക്കിക്കേ, 6 - 4 2 അല്ലേ? ഇതാ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും കിട്ടിയില്ലേ? മനസ്സിലായോ? ഇനി സബ്ട്രാക്ഷനിൽ നിങ്ങൾ വേറെ മെത്തേഡ്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അഡീഷൻ അറിയാമെങ്കിൽ സബ്ട്രാക്ഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ സബ്ട്രാക്ഷൻ ആണല്ലോ, ഇതിനെ നമ്മൾ അങ്ങോട്ട് അഡീഷൻ ആക്കി മാറ്റാൻ പോവാം. എന്താ? ഈ സബ്ട്രാക്ഷനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ അഡീഷൻ ആക്കി മാറ്റാൻ പോവാം. ഒന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന്? നോക്കിക്കേ, 6 - -4 എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ? 6 - -4. ഞാൻ പറഞ്ഞു നമ്മുടെ ഓപ്പറേഷൻ ഇവിടെ മൈനസാണ്. ഞാൻ പറഞ്ഞു ഈ മൈനസിനെ നമ്മൾ എന്താക്കാൻ പോവാ? പോസിറ്റീവ് ആക്കാം, അല്ലെങ്കിൽ അഡീഷൻ ആക്കാൻ പോവാം. നോക്കിക്കോണേ, ഞാൻ 6 അതുപോലെ എഴുതി. ഈ മൈനസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്ലസ് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് -4 അതുപോലെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഈ -4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതണം. -4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? ഓപ്പോസിറ്റ് ഒന്ന് നോക്കിയാൽ മതിയെന്നേ. -4ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? +4. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? +4 ആയിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? എന്താ ചെയ്തത്? ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യത്തെ നമ്പർ അതുപോലെ തന്നെ എഴുതി, മൈനസിനെ ഞാൻ പ്ലസ് ആക്കി. അടുത്തെന്താ? ഈ നമ്പറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -4 ആയിരുന്നു. അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. -4ൻ്റെ ഓപ്പോസിറ്റ് എന്താ? +4. അപ്പോൾ ഒരു +4 ചെയ്തു. നമുക്ക് കിട്ടിയത് എത്ര അട കിട്ടിയേ? 6 + 4 കിട്ടി 10. നമുക്ക് ഈ ഇതിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഈ നമ്പർ ലൈനിലും കൂടെ ഇതൊന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കേ, 6 ആണ് ആദ്യത്തെ നമ്പർ. എന്താ? 6 ആ. അപ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? 6ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഓപ്പറേഷൻ എന്താ? മൈനസ് അല്ലേ? മൈനസ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ലെഫ്റ്റിലോട്ട് നോക്കണോ റൈറ്റിലോട്ട് നോക്കണോ? എവിടോട്ടാ? ലെഫ്റ്റിലോട്ട്. ഓക്കെ, നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കി. ആൻഡ് നമ്മളോട് പറയുന്നത് എന്താ? -4 എന്നാണ് പറഞ്ഞേക്കുന്നത്. -4 ഫോർവേഡ് ജമ്പ് ചെയ്യണോ അത് ബാക്ക്വേർഡ് ജമ്പ് ചെയ്യണോ? യെസ്, നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക്വേർഡ് ജമ്പ് ചെയ്യണം. എത്ര ടൈംസ്? 4 ടൈംസ്. സോ 1 2 3 ആൻഡ് 4. എന്ത് കിട്ടി? 10 കിട്ടി. എന്ത് കിട്ടി? 10 കിട്ടി. അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ആഡ് ദ ഓപ്പോസിറ്റ് ചെയ്താൽ പോരെ? സബ്ട്രാക്ഷൻ അങ്ങനെ കാണാതെ പഠിക്കണ്ടല്ലോ. നമ്മളിനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണേ. എന്താ ചെയ്യേണ്ടേ? ആദ്യത്തെ നമ്പറിന് എന്തെങ്കിലും മാറ്റം വരുത്തണോ? വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പറിനെ അതുപോലെ എടുത്ത് എഴുതുന്നു. അടുത്ത എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഓപ്പറേഷൻ മൈനസിനെ നമ്മൾ എന്താക്കി മാറ്റും? പ്ലസ് ആക്കി മാറ്റും. ഓക്കെ, ഇനി ആഡ് ചെയ്യുന്ന എന്താ? 3 അല്ലേ? 3 അങ്ങനെ അങ്ങ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് നോക്കണം, അതായത് ഓപ്പോസിറ്റ് നോക്കണം. ഇവിടെ +3 ആണ്. അപ്പോൾ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? -3 അല്ലേ? -3. നമ്മൾ കുറച്ച് മുമ്പേ അല്ലേ പഠിച്ചേ? 2 നെഗറ്റീവ് നമ്പർ വരുവാണെങ്കിൽ, ആഡ് ചെയ്യാൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? നമ്മൾ ആദ്യം നമ്പറുകൾ ആഡ് ചെയ്ത് മൈനസ് സൈൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 5 + 3 എത്ര? 8. രണ്ടും മൈനസാണ്. അതുകൊണ്ട് നമ്മുടെ സൈൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും.
ഓക്കെ അല്ലേ? അപ്പോൾ എന്താ -8. ഒന്ന് നോക്കട്ടെ, ഒന്ന് ഇതിൽ നോക്കട്ടെ. നമുക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എവിടാ സ്റ്റാർട്ട് ചെയ്യേണ്ടേ? -5ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? -5ൽ നമ്മളൊരു വര വരച്ചു. നമ്മൾ -5ൽ എന്ത് ചെയ്തു? ഒരു വര വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ? മൈനസ് ആണ് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കി. ഓക്കെ അല്ലേ? ലെഫ്റ്റിലേക്ക് നോക്കി. ഇനി എന്താ? നമ്മളോട് 3 മൈനസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 3 എന്തുവാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതെ, 3 എന്താ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? അതെ, ഫോർവേഡ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. എത്ര വട്ടം മൂവ് ചെയ്യണം? 3 വട്ടം മൂവ് ചെയ്യണം. 2, 3. എന്താ കിട്ടിയേ? -8 കിട്ടിയേ. കിട്ടിയില്ലേ? അപ്പോൾ ഈ ആഡ് ദ ഓപ്പോസിറ്റ് ചെയ്താൽ പോരെ? എളുപ്പമല്ലേ? അഡീഷൻ്റെ ഇത് മാത്രം പഠിച്ചാൽ പോരെ? അഡീഷൻ്റെ ഇതെന്തായിരുന്നു? 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുവാണെങ്കിൽ പോസിറ്റീവ് വരും, 2 നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ് വരും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് ആ നമ്പറുകളുടെ വലിയ നമ്പർ ഏതാണോ അതിൻ്റെ സൈൻ കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, അടുത്ത നമ്പർ നോക്കിക്കേ. -1 -9. ഇത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചെയ്തേ. എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യം എന്താ ചെയ്യണ്ടേ? -1 അതുപോലെ തന്നെ എഴുതി. പിന്നെന്താ ചെയ്യണ്ടേ? പറ. പിന്നെന്താ ചെയ്യണ്ടേ? ഇവിടുത്തെ മൈനസിനെ എന്താക്കണം? യെസ്, നമ്മൾ അവിടുത്തെ മൈനസിനെ പ്ലസ് ആക്കി. ഓക്കെ അല്ലേ? അടുത്ത എന്താ? -9 എന്നാണ് പറഞ്ഞേക്കുന്നത്. -9ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യണം. -9ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാ? +9 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 9 കൊടുത്തു. ഇത്രയും ശരിയല്ലേ? നോക്കിക്കേ, ഇത്രയും ശരിയല്ലേ? നോക്ക്, ഇവിടെ ഒരു മൈനസും ഉണ്ട് പ്ലസ്സും ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അഡീഷനിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു മൈനസും ഒരു പ്ലസ്സും വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവരുടെ ഡിഫറൻസ് കാണുക. ഇവരുടെ ഡിഫറൻസ് എത്ര? 8. എന്നിട്ട് വലിയ നമ്പർ ഏതാണോ അതിൻ്റെ സൈൻ കൊടുക്കുക. ഇവിടെ 1 ആണോ 9 ആണോ വലുത്? 9 ആ വലുത് അല്ലേ? അപ്പോൾ അതിൻ്റെ സൈൻ എന്താ? പോസിറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ നമ്മളങ്ങോട്ട് കൊടുക്കുന്നു. 8, +8. ഇനി നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇതാണോ കിട്ടുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, എന്താ പറഞ്ഞേക്കുന്നത്? -1ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെ കൊടുക്കണം? എവിടെ വര കൊടുക്കണം? -1ൽ നമ്മൾ വര കൊടുക്കണം. നോക്കിക്കേ, -1ൽ നമ്മൾ വര കൊടുക്കണം. എന്നിട്ട് എന്താ ഓപ്പറേഷൻ? എന്താ? മൈനസ് അല്ലേ? സോ എങ്ങോട്ട് നമ്മൾ ടേൺ ചെയ്യണം? ലെഫ്റ്റിലോട്ട് നമ്മൾ ടേൺ ചെയ്യണം. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? -9 എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞത്? -9 എന്നാണ് പറഞ്ഞേക്കുന്നത്. മൈനസ് അല്ലേ വന്നേ? നെഗറ്റീവ് അല്ലേ വന്നേ? എങ്ങോട്ട് മൂവ് ചെയ്യണം? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? വേഗം പറഞ്ഞേ. മൈനസാണ് വന്നേ. അപ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യണം? ബാക്ക്വേർഡിലോട്ട്. എത്ര വട്ടം മൂവ് ചെയ്യണം? 9 വട്ടം. നമുക്ക് പോയാലോ? 1, 2, 3, 4, 5, 6, 7, 8 and 9. കിട്ടിയില്ലേ? എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എന്താണ്? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് എന്താ? ഇൻറ്റീജേഴ്സ് ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഓൾവേസ് എന്ത് ചെയ്യുക? ആദ്യം അത് ആഡ് ചെയ്യുക, എന്നിട്ട് എന്താ? പോസിറ്റീവ് സൈൻ ഇങ്ങ് ഇട്ട് കൊടുക്കുക. 2 നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ എന്താ ആദ്യം ചെയ്യേണ്ടത്? ആ നമ്പറുകൾ ആഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് സൈൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത എന്താ? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെന്ന് വെക്കുക. അങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതിൻ്റെ ഡിഫറൻസ് കാണുക. സബ്ട്രാക്റ്റ് എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? ഡിഫറൻസ് കാണുക. ആദ്യം അതിൻ്റെ ഡിഫറൻസ് കാണുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? യൂസ് ദ സൈൻ ഓഫ് ഇൻറ്റീജർ വിത്ത് ബിഗ്ഗർ അബ്സല്യൂട്ട് വാല്യൂ. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സൈൻ ഒന്നും ഇല്ലാത്ത വാല്യൂ. അത്ര ഓർത്താൽ മതി. എന്താ? സൈൻ ഒന്നും ഇല്ലാത്ത വാല്യൂ. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ബിഗ്ഗർ ഏതാണെന്ന് നോക്കണം. 3ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ ബിഗ്ഗർ ഏതാ? 4. അപ്പോൾ ആ 4ൻ്റെ സൈൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആ സൈൻ കൊടുക്കണം. അപ്പോൾ എന്താ? നമുക്ക് കിട്ടും.
അപ്പോൾ 3 കേസസ് മനസ്സിലായല്ലോ. ഇനി സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു. അതിന് പ്രത്യേക ലോ നമ്മൾ പഠിക്കണോ? വേണ്ട. നമുക്ക് അഡീഷൻ അറിയാമെങ്കിൽ സബ്ട്രാക്ഷനും ചെയ്യാം. എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജർ ഈസ് ദ സെയിം ആസ് ആഡിങ് ദ ഓപ്പോസിറ്റ്. സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജർ എന്ന് പറയുന്നത് എന്താ? ആഡിങ് ദ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടില്ലേ എന്താ? സബ്ട്രാക്ട് ചെയ്ത നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇന്ന് പറഞ്ഞ ഇത്രയും മനസ്സിലായോ? ഇന്നപ്പം നമ്മൾ എന്താ പഠിച്ചത്? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ആണ് പഠിച്ചത്. എല്ലാവർക്കും അത് മനസ്സിലായില്ലേ? നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.